ഒരിക്കലും ഒരു ഗ്രാമീണ കർഷകൻ റോഡിലൂടെ നടന്നു പോവുകയായിരുന്നു. നടന്നു പോയിക്കൊണ്ടിരുന്നപ്പോൾ വഴിയരികിൽ അദ്ദേഹം ഒരു മത്തൻ ചെടിയുടെ വള്ളി ഇങ്ങനെ പടർന്നു കിടക്കുന്നത് കണ്ടു. അദ്ദേഹം ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ആ വള്ളിയിൽ വലിയ കായ്ച്ചു നിൽക്കുന്നത് കണ്ടു. വീണ്ടും അദ്ദേഹം മുന്നോട്ട് പോയി. താൻ നല്ല ക്ഷീണിതനായി ഇച്ചിരി അദ്ദേഹം വിശ്രമിക്കാനായിട്ട് ഒരു ആൽമരത്തിൻ്റെ കീഴിൽ കിടന്നു. അദ്ദേഹം കിടന്നുകൊണ്ട് മേലോട്ട് നോക്കിയപ്പോൾ ആൽമരത്തിൽ, അതായത് വലിയ വൃക്ഷത്തിൽ ചെറിയ കായകൾ കിടക്കുന്നത്, അല്ലെങ്കിൽ ചെറിയ കായകൾ തൂങ്ങിക്കിടക്കുന്നത് അദ്ദേഹം ശ്രദ്ധയിൽപ്പെട്ടു. എന്നിട്ട് അദ്ദേഹം തന്നോട് പറഞ്ഞു, ആണ്ടവർ പെരിയ മണ്ടൻ താൻ, ചിന്നച്ചെടിയിൽ പെരിയ കായ്, പെരിയ വൃക്ഷത്തിൽ ചിന്നക്കായ് എന്ന് ദൈവത്തെ ഒന്ന് കളിയാക്കിയിട്ട് അദ്ദേഹം കിടന്നു. അദ്ദേഹം എന്തൊക്കെയോ ആലോചിച്ച് ഉറങ്ങിപ്പോയി നിമിഷ നേരം കഴിഞ്ഞതും ആൽമരത്തിൻ്റെ മണ്ടയിൽ നിന്ന് ഒരു കായ് അദ്ദേഹത്തിൻ്റെ നെറ്റിയിൽ പതിച്ചു. വേദന കൊണ്ട് അദ്ദേഹം ഞെട്ടി ഉണർന്ന് തൻ്റെ നെറ്റിയൊക്കെ നല്ലതുപോലെ തടവിയിട്ട് അദ്ദേഹം പറഞ്ഞു, ആണ്ടവർ പെരിയ ബുദ്ധിമാൻ താൻ, ഇല്ലേനാൽ ഞാനിപ്പോൾ ഇരണ്ട് പോയി വിട്ടാർ. ഒരു തിരിച്ചറിവ് അദ്ദേഹത്തിന് ആ സമയത്തുണ്ടായി. എന്നെ കേൾക്കുന്ന എൻ്റെ കൂട്ടുകാരെ, യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 42 അതിൻ്റെ 5-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ആകാശത്തെ സൃഷ്ടിച്ചു വിരിക്കുകയും ഭൂമിയെയും അതിലെ ഉൽപ്പന്നങ്ങളെയും പരത്തുകയും അതിലെ ജനത്തിന് ശ്വാസത്തെയും അതിൽ നടക്കുന്നവർക്ക് പ്രാണനെയും കൊടുക്കുകയും ചെയ്ത യഹോവയായി. ഇപ്പോൾ വായിച്ച വാക്യം പോലെ ഈ ലോകത്തുള്ള സകലത്തിനെയും സൃഷ്ടിച്ചത്, ആകാശത്തെയും ഭൂമിയെയും സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചത് ദൈവമാണ്. ആ ദൈവത്തിന് ഈ ഓരോ സൃഷ്ടിയെയും കുറിച്ച് ഉദ്ദേശമുള്ളതുപോലെ ദൈവത്തിൻ്റെ സൃഷ്ടിയായ മനുഷ്യരായ നമ്മെക്കുറിച്ചും ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം ഇതാണ്: ഭൂമിയിലായിരിക്കുമ്പോൾ ദൈവത്തെ സേവിച്ച് സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ആയിരിക്കുമ്പോൾ തന്നെ നാം മരിച്ചു മൺമറഞ്ഞു പോകുമ്പോൾ സ്വർഗത്തിൽ അല്ലെങ്കിൽ നിത്യതയിൽ ദൈവത്തോടൊപ്പം സന്തോഷത്തോടും ആനന്ദത്തോടും കൂടി ആയിരിക്കണമെന്നുള്ളതാണ് ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ഉദ്ദേശം. ആ ഉദ്ദേശം നിവർത്തീകരിക്കുവാൻ ഈ ഭൂമിയിലെ ജീവിതം ദൈവത്തിന് പ്രസാദകരമായി തീരത്തക്ക രീതിയിലാകുവാൻ ദൈവം നമ്മളെ ഏവരെയും പ്രാപ്തരാക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.